നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പട ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ട് നല്ല പ്രശ്നമാണ്, പനി വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് പപ്പട ചമ്മന്തി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പപ്പടം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ളത് ഞാനിപ്പോൾ അല്പം അധികം പപ്പടം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് ആവശ്യത്തിന് ഞാൻ 5 പപ്പടമാണ് ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ഞാനിങ്ങനെ പപ്പടം ഫ്രൈ ചെയ്തിട്ട് ഒരു ടിന്നിലിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഒരു 5-6 ദിവസമൊക്കെ ഇരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കാമല്ലോ, പുട്ടിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഫ്രൈ ചെയ്തിട്ടങ്ങ് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പപ്പടങ്ങളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പപ്പടം ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ വലിയ അതായിട്ടിങ്ങനെ പൊള്ളി വരത്തില്ലേ, വലിയ കുമളയായിട്ട് വരുമല്ലോ. അപ്പോൾ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. കാരണം നമ്മൾ ഈ ടിന്നുകളിലൊക്കെ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് അതിൽ കൊള്ളാതെ വരുന്നുണ്ട് അല്ലേ, അത് ശ്രദ്ധിച്ചിട്ടില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ പപ്പടം കുത്തിയില്ലേ, അതുകൊണ്ട് 1-2 ഹോൾ അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ പപ്പടം കണ്ടോ വലിയതായിട്ട് അങ്ങനെ പൊള്ളി വരത്തില്ല. നമ്മുടെ ടിന്നുകൾ അങ്ങനെ പെട്ടെന്ന് നിറഞ്ഞു വരത്തില്ല. അപ്പോൾ നമ്മുടെ പപ്പടമെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക്, ഞാനൊരു 7-8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതങ്ങ് ഫ്രൈ ചെയ്തെടുത്തു നന്നായിട്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ, വെളിച്ചെണ്ണയാണ് കേട്ടോ, അതിലേക്ക് ഒരു 10-12 എണ്ണം ഉണ്ട് ചെറിയ ഉള്ളി, അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക്. അതെന്താ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു, നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതങ്ങ് ചേർത്ത് കൊടുത്തു. ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്തത് വാളംപുളിയാണ്, നമ്മുടെ പപ്പടത്തിന് ആവശ്യത്തിനുള്ള പുളി, അതങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ പുളിയൊക്കെ സോഫ്റ്റായി വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പപ്പടത്തിന്. അപ്പോൾ ഇങ്ങനെ ഒരു പപ്പട ചമ്മന്തി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരല്പം തൈരും ഒരു സ്വല്പം അച്ചാറോടെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഊണ് കഴിക്കാം കേട്ടോ. അപ്പോൾ പപ്പടമൊക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ മുളകിൻ്റെ ഞെട്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെറിയ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരല്പം 3-4 ഇതൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുളിയും ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഉപ്പ് ചേർക്കാതെ ഒന്ന് സാധാരണ നമ്മൾ ചമ്മന്തി അരയ്ക്കും പോലെ ഒന്ന് അരച്ചെടുക്കണം. ഉപ്പ് നമുക്ക് ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഉപ്പിനി നമുക്ക് പപ്പടം ചേർത്തതിന് ശേഷം നോക്കാം, എന്നിട്ട് പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 5 പപ്പടം ഇതുപോലെ പൊടിച്ചിട്ട് ഈ ചമ്മന്തിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് അരച്ചെടുക്കും. അങ്ങ് മഷി പോലെ അരയ്ക്കില്ല, നമ്മൾ സാധാരണ ചമ്മന്തി അരയ്ക്കില്ലേ അതേമാതിരി മിക്സിയിലേക്ക് ആക്കി കൊടുത്ത് ഞാൻ ഇനി നിന്ന് അരച്ച് കൊണ്ടുവരട്ടെ കേട്ടോ. അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ചമ്മന്തി മുഴുവനായിട്ട് ഇതിലിട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുത്ത് വയ്ക്കാം. അപ്പോൾ ഉരുട്ടിയെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ അമ്മിയിലൊക്കെ അരയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതേപോലെ ഇരിക്കണം. അങ്ങനെ കേട്ടോ എൻ്റെ രീതി. അപ്പോൾ ഞാനിതുപോലെ അരച്ച് ഉരുട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. മിക്സിയിൽ അരച്ചിട്ട് നന്നായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി. അടിപൊളിയായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.